ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ മനുഷ്യന്റെ കയ്യിൽ കിട്ടിയ സമ്പത്താണ് ഇവനെ അപ്പനിൽ നിന്നും അകലണം എന്ന ഒരു ചിന്തയിലേക്ക് എത്തിച്ചത്. നോക്കി, അപ്പന്റെ കൂടെ ചേർന്ന് നിന്നപ്പോൾ ഈ മനുഷ്യന്റെ ചിന്താഗതി ഒന്ന്, ഇവന്റെ കയ്യിലേക്ക് ഇവന്റെ പേരിൽ ചിലത് വന്നപ്പോഴുള്ള ഇവന്റെ മനോഭാവം മറ്റൊന്ന്. നമ്മളെ അപ്പന്റെ കൂടെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ മനോഭാവവും കൂടെയാണ്. നമ്മുടെ സ്വർഗീയ സാന്നിധ്യത്തോടു കൂടെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ മനോഭാവങ്ങളും കൂടെയാണ്. അഭിഷേകം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, അഭിഷേകം കൊണ്ട് മാത്രം നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അവൻ്റെ സിസ്റ്റത്തിനകത്ത് അവൻ്റെ മനോഭാവം എന്ന് പറയുന്ന ഒരിതുണ്ട്, ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഭയങ്കര വലിയ പങ്കാണുള്ളത്. അഭിഷേകമുള്ളവരും അവരും പാപത്തിലേക്കും അവരുടെ സ്വന്തം ഇഷ്ടത്തിലേക്കും സ്വന്തം തീരുമാനത്തിലേക്കും തിരിയുന്ന ഒത്തിരിയും കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിഷേകമുള്ളവരും ദൈവഹിതപ്രകാരം അല്ലാത്ത രീതികളിലേക്ക് ജീവിക്കാൻ തയ്യാറെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിഷേകം ഉണ്ടെങ്കിലും പല കാര്യങ്ങളിലും അവർ വീണു പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിഷേകവും ഒരുവന്റെ ആറ്റിറ്റ്യൂഡും കൂടെ നേരെ നിൽക്കുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ ഭവനത്തിനകം വിട്ട് പുറത്തിറങ്ങാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ആറ്റിറ്റ്യൂഡുകളാണ് നിങ്ങളെ അപ്പന്റെ ഭവനത്തോടും അപ്പന്റെ സാന്നിധ്യത്തിനും ഒന്ന് നിൽക്കാൻ സഹായിക്കുന്നത്. രണ്ട്, ആറ്റിറ്റ്യൂഡാണ് നീ അപ്പന്റെ ഭവനത്തിലല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നിനക്ക് തിരിച്ചപ്പന്റെ സാന്നിധ്യത്തിലേക്ക്, അപ്പന്റെ കീഴിലേക്ക്, അപ്പന്റെ അടുത്തേക്ക് പോകാൻ നിന്നെ സജ്ജനാക്കുന്നത്. ആറ്റിറ്റ്യൂഡ് എന്താണ് ചെയ്യുന്നത്? നിന്നെയും നിന്റെ അപ്പന്റെ ഭവനത്തെയും തമ്മിൽ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു മീഡിയേറ്ററായി നിന്റെ ഉള്ളത്തിൽ നിന്ന് വരുന്ന മനോഭാവം, നിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിന്നെ സഹായിക്കുന്നു. ഇവിടെ ഇവന്റെ ആറ്റിറ്റ്യൂഡ് നേരെ തിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത്. സ്വന്തം പേരിൽ വസ്തു എഴുതി കിട്ടിയപ്പോ പിന്നെ അപ്പനെ വേണ്ട. അങ്ങനത്തെ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? അല്പം ഒന്ന് തലയെടുത്തപ്പോ പിന്നെ ദൈവം വേണ്ട. അല്പം ഒന്ന് പൊസിഷൻ മാറിയപ്പോ പിന്നെ പ്രാർത്ഥന വേണ്ട. അല്പം ഒന്ന് സാലറി സ്കെയിൽ വർദ്ധിച്ചപ്പോ പിന്നെ പാസ്റ്റർ വേണ്ട. അല്പം ഒന്ന് ജീവിതം മെച്ചപ്പെട്ടപ്പോ പിന്നെ പ്രാർത്ഥിച്ചവർ വേണ്ട. അല്പം ഒന്ന് ജീവിതം വർണ്ണശബളമായപ്പോ പിന്നെ സഭ വേണ്ട. അല്പം ഒന്ന് ജീവിതം അനുഗ്രഹിക്കപ്പെട്ടപ്പോ പിന്നെ പിന്താങ്ങിയവരും ഉപവസിച്ചവരും പ്രാർത്ഥിച്ചവരും ഉറക്കളച്ചവരും കണ്ണുനീരൊഴുക്കിയവരും ആരും വേണ്ട. എല്ലാം സമ്പത്താണ് എന്ന് പറഞ്ഞ് നിന്നെ ഉപദേശിക്കുന്ന സകല ദുർശക്തികളിൽ നിന്നും പുറത്തു വരേണ്ടവർ ഉണ്ടെങ്കിൽ ഈ വചനം സ്വീകരിച്ച് കുടഞ്ഞെറിഞ്ഞ് പുറത്തു വരിക. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. സമ്പത്ത് കയ്യിൽ കിട്ടുന്നതുവരെയും ഇവന് മനസ്സും ഉണ്ടായിരുന്നു, ഭാവം ഉണ്ടായിരുന്നു. വസ്തു എഴുതി കിട്ടിയതിനു ശേഷം ഇവന്റെ മനസ്സും ഭാവവും മനോഭാവം മൊത്തത്തിൽ തിരിഞ്ഞു. അവന്റെ ദേശത്തെ പോലും കണ്ടുകൂടാ. ചിലരങ്ങനെയാണ്. അല്പൻ ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കാറുണ്ടെന്ന് ഞാനൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നാടിനോട് പുച്ഛം വരും, നാട്ടുകാരോട് പുച്ഛം വരും, ഭാഷയോട് പുച്ഛം വരും. മലയാള നാട്ടിൽ ജീവിച്ചിട്ട് മലയാളികളെ കുറ്റം പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, സത്യമല്ലേ? നമ്മൾ മലയാളിയാ, പക്ഷെ എന്തു പറഞ്ഞാലും മലയാളി കൊള്ളത്തില്ല എന്ന് പറയുന്ന, മലർന്നു കിടന്ന് തുപ്പുന്ന ഒരു രാജ്യത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ പറയുന്നവൻ മലയാളത്തിൽ തന്നെയാണ് മലയാളിയെ കുറ്റം പറയുന്നത് എന്നുപോലും അവന് മൂള വികസിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത സുബോധമില്ലാത്ത അവസ്ഥ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടുന്ന് ഇംഗ്ലീഷ് നാട്ടിലേക്ക് ചെല്ലുമ്പോ പിന്നെ മലയാളി കൊള്ളത്തില്ല. പക്ഷേ നെല്ലരി കഴിക്കണമെങ്കിൽ മലയാളി കൃഷി ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കണം, അവന്റെ വിയർപ്പിന്റെ അധ്വാന ഫലമാണ്
നമ്മൾ കലത്തിലിട്ട് വേവിച്ച് കഴിച്ചിട്ട് അതേ മലയാളിയെ കുറ്റം പറയുന്ന ശുദ്ധ മലയാളി. സുബോധം തിരിച്ചു കിട്ടിയിട്ട് ആർക്കാ? ഈ മകന്റെ കാര്യം പറഞ്ഞു. മകൻ അങ്ങനെയുള്ളവർക്കൊക്കെ സുബോധം കിട്ടട്ടെ, പ്രാർത്ഥിക്കാം. കിട്ടാതിരിക്കുകയല്ല. ഹല്ലേലൂയ. അപ്പോ സുബോധം തിരിച്ചു കിട്ടിയിട്ട് ഈ മകനപ്പൊ ഇല്ലാതെ എന്തായിരുന്നു? പണം കിട്ടിയപ്പോ സുബോധം ഇല്ല. സൂക്ഷിക്കണം, എല്ലാം ദൈവം അല്ല തരുന്നേ. എല്ലാ അനുഗ്രഹങ്ങളും ഒന്നും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയരുത്. എല്ലാ സംഭവങ്ങളും വാതിലും വഴിയും ഒക്കെ വിശാലമായിട്ട് തുറന്നു തരുന്നത് ദൈവമാണ് പറയരുത്, എല്ലാം പറയരുത്. കാരണം യേശു കർത്താവിനെ വരെ കൊണ്ടുപോയി അത്യുച്ചകോടിയിൽ കൊണ്ടുപോയി വമ്പൻ ഓഫറാണ് യേശു കർത്താവിന് കൊടുത്തത്. പക്ഷെ കർത്താവ് അനുഗ്രഹങ്ങളുടെ പുറകെ പോയില്ല. ശ്രദ്ധിക്കണം, അനുഗ്രഹങ്ങളുടെ പുറകെ പോയില്ല. ഞാൻ പറയുന്നത് വളച്ചൊടിക്കരുത് കേട്ടോ. അനുഗ്രഹങ്ങളുടെ പുറകെ പോയില്ല എന്ന് പറഞ്ഞതിന്റെ സാരം, നിന്റെ മുമ്പിൽ ഓഫർ ചെയ്യുന്നത്, നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഓഫർ ദൈവത്തിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്റെ ഉള്ളത്തിൽ വരുന്ന ഒരു ചിന്ത അത് ദൈവികമാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്റെ ചിന്തകളിൽ വരുന്നത് ദൈവികമാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്റെ ഡിസിഷൻ ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തുക. ഹല്ലേലൂയ. പക്ഷെ ഈ മനുഷ്യന്റെ കയ്യിൽ ധനം കിട്ടി, സുബോധം പോയി. മോനെ, ദൈവം നിനക്ക് തരുന്നത് അങ്ങനെയല്ല. ഒന്ന് കിട്ടുമ്പോ മറ്റൊന്ന് പോകുന്ന ദാനം അല്ല ദൈവത്തിന്റെ. ഒന്ന് നിന്റെ കയ്യിലേക്ക് വരുമ്പോ മറ്റൊന്ന് അതെങ്ങനെ ദൈവം തരും? അതെങ്ങനെ ശരിയാവും? അതും തന്നത് ദൈവം, ഇത് കളഞ്ഞതും ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഒരനുഗ്രഹം വന്നു, പാസ്റ്ററെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തൊരു അനുഗ്രഹം, അത് കിട്ടിയപ്പോ മറ്റൊന്ന് പോയി. അങ്ങനാണെങ്കിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ ട്രാൻസാക്ഷൻ ഇടയ്ക്കുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ അത് പിടിച്ചില്ല. ആരാ? ഈ മകൻ അപ്പനടുത്തുള്ളത് എന്ത് സ്നേഹമാണോ, വസ്തു കിട്ടാനുള്ള സ്നേഹം എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള മക്കളുണ്ട് കേട്ടോ. വസ്തു കിട്ടുന്നത് വരെ സ്നേഹം, പേര് മാറിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഓക്കെ, ഞാൻ കൂടുതൽ അതിലോട്ട് കയറുന്നില്ല. അപ്പൊ ഇവന്റെ കയ്യിലേക്ക് ധനം വന്നപ്പോ, സമ്പത്ത് വന്നപ്പോ, അനുഗ്രഹം വന്നപ്പോ, ഇവൻ അപ്പന്റെ നാട് വേണ്ട, അപ്പന്റെ വീട് വേണ്ട, അപ്പന്റെ ആൾക്കാർ വേണ്ട, ഇവൻ നേരെ വിദേശ നാട്ടിലേക്ക് ഇവൻ പോയി എന്ന് വചനം പറയും. ശരി, അവിടെ പോയി ഇവൻ കയ്യിൽ, അവന്റെ വചനം ഇങ്ങനെ പറയാം, അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു എങ്ങനെ പോയി എന്നാ പറഞ്ഞേ? നാനാവിധമാക്കി കളഞ്ഞു. സാത്താൻ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ വചനത്തിനു പോലും മര്യാദയ്ക്ക് എഴുതി വെക്കാൻ കഴിയാത്ത നിലകളിൽ വികൃതമാക്കി കളയും ഒരു വ്യക്തിയുടെ ജീവിതം. നാനാവിധമാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ എവിടെ പോയി എന്ന് പോലും വചനത്തിൽ പോലും കാണിച്ചു തരാൻ നിവർത്തിയില്ല. പരിശുദ്ധ ഈ പിള്ളേര് പേപ്പർ കീറുന്ന കണ്ടിട്ടുണ്ടോ? ഈ വശം ഇത്ര സെന്റിമീറ്ററിൽ കീറണം, ഈ വശം ഈ ഡിസൈനിൽ കീറണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കീറിക്കാൻ പറ്റുമോ? അവര് വലിച്ചു കീറി വെക്കും. പക്ഷെ ഒന്നും നമുക്ക് ഒട്ടിച്ചെടുക്കണമെന്ന് വെച്ചാൽ പറ്റാത്ത നിലയിൽ അതിനെ പിച്ചി ചീന്തിക്കളയും, വിരൂപമാക്കി കളയും, വികൃതമാക്കി കളയും, നാനാവിധമാക്കി കളയും. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, നാനാവിധമാക്കി കളഞ്ഞു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. നിന്നെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റ് മാറിയാൽ, നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന സ്പിരിറ്റിൽ നിന്ന് നിന്റെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സ്പിരിറ്റിന്റെ സ്വഭാവമായി കഴിയും. ഇങ്ങനത്തെ അവസ്ഥയിൽ ദുർനടപ്പുകാരന്റെ അനുഭവത്തിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ വസ്തു നാനാവിധമാക്കി കളഞ്ഞു. വചനം പറയുന്നത് നാനാവിധമാക്കി കളയുന്നു. നിന്റെ കൈകളിലെ വസ്തുവിനെയും നന്മയെയും നാനാവിധമാക്കത്തക്ക നിലയിൽ സുബോധത്തെ സ്വാധീനിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും ഈ വചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങട്ടെ. നാനാവിധമാക്കി കളഞ്ഞു. അപ്പോഴോ അവന് സുബോധമില്ല. താഴേക്ക് വായിക്കുമ്പോ ആ ദേശത്ത് ക്ഷാമം വന്നു. അതെങ്ങനാ? കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദേശം ക്ഷാമം കാണിക്കും. സ്തോത്രം. അതിലേക്ക് ഞാൻ അധികം നിൽക്കുന്നില്ല. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. എന്താ പറയുന്നേ? ആശ്രയിച്ചു. മറ്റൊരുവന്റെ കീഴിൽ പോകേണ്ടി വന്നു. ഇവിടെ അപ്പന്റെ കീഴിൽ നൂറുകണക്കിന് പണിക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമ്പന്ന കുടുംബത്തിൽ നിന്ന് ദുരാത്മാവ് ജീവിതത്തിൽ കയറിയപ്പോ, സമ്പത്തിന്റെ കൊതി ഉള്ളത്തിൽ കയറിയപ്പോ, ദ്രവ്യാഗ്രഹം ഉള്ളിൽ കയറിയപ്പോ,
പണക്കൊതി ഉള്ളി കേറിയപ്പോ, അത്യാഗ്രഹം ഉള്ളി കേറിയപ്പോ, ആർത്തി ഉള്ളി കേറിയപ്പോ അപ്പന്റെ ബിസിനസ്മാന്റെ മോൻ എന്തായി മാറി? ആശ്രയിക്കേണ്ട അടിമത്തത്തിന്റെ അനുഭവത്തിലേക്ക് മാറി. ഹോ, എന്തൊരവസ്ഥയായത്! ശരിയായ അടിമത്തം, ശരിയായ അടിമത്തം. ജന്മി തലത്തിൽ നിന്ന് അടിമത്ത അനുവാദത്തിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതം മാറാൻ വേണ്ടി സമ്പത്തിന്റെ ഒരു കെട്ട് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, അല്ലെ വസ്തു മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും സാത്താന് വലിയ പണിയില്ലായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യത്തെ കാണുക. അപ്പന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കാൻ ഒന്നുമില്ലെങ്കിലും സമ്പത്തിലൊരു കൊതി വന്നാൽ മതി ജീവിതം ഇങ്ങനെ ആകാൻ. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും 10 പുത്തൻ ഉണ്ടാക്കണം എന്നൊരു ചിന്ത നിന്നെ ഭരിച്ചാ മതി ഈ നിലയിലായി പോകാൻ. 10 പുത്തൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണ്ടടോ. കയ്യിൽ കിട്ടുന്നത് 5 പുത്തനാണെങ്കിലും അഭിഷേകത്തോടെ വന്നാ മതി. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. എങ്ങനെയെങ്കിലും സമ്പന്നനാവാൻ പറ്റുമോ? പറ്റുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും വെച്ച് അധികം നാൾ അങ്ങനെ ജീവിതം ആർഭാടത്തോടെ കൊണ്ടാടിയവരെ എനിക്കറിഞ്ഞൂടാ. നീതിയുള്ള ധനം ജീവിതത്തിൽ നിൽക്കും. നീതിയുള്ള ധനം ഇനി ആര് അടിച്ചു മാറ്റിക്കൊണ്ടുപോയാലും കൊണ്ടുവെക്കടാ തിരിച്ചെന്ന് ദൈവം പറയും. രായികരാമാനം. അതാ നീതിയുള്ളതാ, നീതിയുള്ളതാ. ന്യായമുള്ള ധനം നിന്റെ കയ്യിൽ നിൽക്കും. അന്യായത്തിന്റെ ധനം ഒലിച്ചു പോകും. ആരുടെ അവകാശം കൈ പിടിച്ചു വെക്കരുത്. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോണം, കൊടുത്തു വീട്ടിക്കോണം. ആരുടെതും പിടിച്ചു വെക്കരുത്. കൂലി പിടിച്ചു വെക്കരുത്. കൂലി പിടിച്ചു വെച്ചതൊന്നും നന്നായിട്ടില്ല. ഹല്ലേലൂയ. കൂലി കട്ട് ചെയ്യരുത്. അനാവശ്യമായിട്ട് കൂലി കട്ട് ചെയ്യരുത്. ആരെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂലി കട്ട് ചെയ്യരുത് അനാവശ്യമായിട്ട്. വളരെ ഇതായിട്ട് ചെയ്യണം, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യണം. അനാവശ്യമായിട്ട് നന്നായിട്ടില്ല. എനിക്ക് അറിയാവുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നന്നായിട്ടില്ല. അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര പച്ചയും പുഷ്ടിയും ഒക്കെ ആയിരിക്കും. പക്ഷേ നാളെ ചിലത് കഴിയുമ്പോൾ കേൾക്കാം അടച്ചു പൂട്ടലിന്റെ വക്കത്താണ്. കേൾക്കാം, നീതിയുള്ള ധനം നിന്നെ തുണയ്ക്കും, അല്ലാത്തത് നശിച്ചു പോവും. അത് അപ്പൻ്റെ അടിച്ചു മാറ്റിയാലും ശരി, സാറിൻ്റെ അടിച്ചു മാറ്റിയാലും ശരി, അമ്മയുടെ അടിച്ചു മാറ്റിയാലും ശരി, ആരെ അടിച്ചു മാറ്റിയാലും ശരി, നീതിയുള്ള ധനം നിനക്ക് പ്രയോജനപ്പെടും. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ അങ്ങ് പോട്ടെ, സമയത്തിന് മുമ്പോട്ട് പോയി. ആമേൻ. അവന് മുട്ടു വന്നു തുടങ്ങി. ഓരോ വാക്ക് എടുത്തെടുത്ത് പറയണ. മുട്ടു വന്നു തുടങ്ങി. എന്താ പറഞ്ഞേ? മുട്ടു വന്നു തുടങ്ങി. കുറച്ചു ദിവസം അങ്ങനെ അല്ലായിരുന്നല്ലോ അച്ചച്ച. കുറച്ചു ദിവസം മുന്നേ അങ്ങനെ അല്ലാതെ അച്ചച്ച അപ്പന്റെ കയ്യിൽ നിന്നുള്ളതും കൂടെ പിടിച്ചു മേടിച്ചോണ്ട്, ഈ ലോത്ത് അബ്രഹാമിന്റെ പിടിച്ചു പറിച്ചോണ്ട് പോയതുപോലെ അപ്പന്റെ കയ്യിൽ നിന്നുള്ള എല്ലാ സ്വന്തം പേരിൽ മേടിച്ചു വന്നപ്പോ മുട്ടിനി ആയുഷ്കാലം എനിക്ക് ഇനി സുഭിക്ഷമായി ജീവിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോയതാ പ്രമാണവും കൊണ്ട്. പക്ഷെ വചനം പറയുന്നു മുട്ടു വന്നു തുടങ്ങി. മോനെ, ഇതൊക്കെ തുടക്കമേ ആയിട്ടുള്ളൂ എന്നാ വചനം പറയുന്നത്. നിന്റെ മുട്ടിന്റെ തുടക്കം ആയിട്ടേ ഉള്ളൂ എന്നാ വചനം പറയുന്നത്. ഭയത്തോടെ വേണം ഈ വചനം വായിക്കാൻ, വിറയലോടെ വേണം ഈ വചനം വായിക്കാൻ. മുട്ടു വന്നു തുടങ്ങി. ദൈവത്തിന്റെ പ്രതികാര നടപടികൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ദൈവം ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വലിയൊരു എസ്സേ ഇങ്ങോട്ട് തരുന്ന പോലെ അല്ല. അല്ലെങ്കിൽ നമ്മുടെ പുട്ടുകുറ്റിന്ന് പുട്ട് തള്ളി പുറത്തോട്ട് എടുക്കുന്ന പോലെ ഒരുമിച്ച് ഇങ്ങോട്ട് തരത്തില്ല. കർത്താവ് മെല്ലെ 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 തന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ഇത് എവിടെന്ന് തുടങ്ങിയ സംഭവമാണ്, ഇതിന്റെ കാരണം എന്താണ്? ഇരുത്തി ചിന്തിപ്പിക്കും ദൈവം. അതാ മുട്ടു വന്ന് തുടങ്ങി. ആദ്യം ദേശത്ത് നിന്നപ്പോ മുട്ടു വന്നു തുടങ്ങി. 1-2 ദിവസമൊക്കെ പേരയ്ക്ക പറിച്ചു തിന്നു. പിന്നെ പേരയ്ക്ക മരവും പേരയ്ക്ക കൊടുക്കാണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടാപ്പിലെ വെള്ളം കൂടി തുടങ്ങി. അപ്പൊ പിന്നെ പൈപ്പ് പൊട്ടി, പിന്നെ ടാപ്പിൽ വെള്ളം വരാണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കിണർ നോക്കി, ക്ഷാമം കൊണ്ട് വെള്ളമില്ല, വറ്റി. അപ്പൊ പിന്നെ എവിടുന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കി അവസാനം ചോദിച്ചും കടം മേടിച്ചും കടം കൊടുക്കത്തില്ലല്ലോ, ചോദിച്ചും മേടിച്ചും കഴിച്ചുമൊക്കെ പിന്നെ ആരും കൊടുക്കാണ്ട് വന്നപ്പോ പിന്നെ ദേശത്തിലെ പൗരന്മാരെ അവനാണെങ്കിൽ വെറുതെ ഒന്നും കൊടുക്കാത്തവനാണ്. അവൻ പിന്നെ പോയി പന്നീര കൂട്ടത്തിൽ പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് വാളവിര ചോദിക്കാന്നോർത്തു. വാളവിര അതും കാരണം ദേശത്ത് ക്ഷാമ, പന്നി എത്തൂല്ലേ, അതും കൊടുക്കത്തില്ല. ഇവൻ എത്ര ദിവസം എടുത്തു
ഇവൻ അപ്പന്റെ ഭവനം വിട്ടതിന്റെ കാര്യം മനസ്സിലാക്കാൻ. എന്നിട്ടും അവൻ അപ്പനെ ഓർമ്മയില്ല. എന്നിട്ടും അവൻ അപ്പനെ ഓർമ്മയില്ല എന്നാണ് വചനം പറയുന്നത്. അപ്പൻ ഇത്രേ വരെ എത്തിയിട്ടും ഓർമ്മയില്ല. പന്നിക്കുട്ടികളെയും അപ്പം പന്നിയെ കണ്ടിട്ടും ഇവനൊരു അപ്പനുണ്ടെന്നുള്ള ഇവൻ ഓർമ്മയില്ല. കാരണം എന്താ? ഇവന്റെ സുബോധം മൊത്തത്തിൽ സാത്താൻ കെട്ടിക്കളഞ്ഞു. സമ്പത്ത് വന്നാൽ ഇങ്ങനൊരു അവസ്ഥ ചിലപ്പോ വരും. എല്ലാവർക്കും ഇല്ല കേട്ടോ, എന്നെ തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും ഇല്ല. നല്ല മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. താഴേക്ക് വായിക്കുമ്പോൾ അപ്പോൾ സുബോധം വന്നിട്ട്, വചനം പറഞ്ഞെന്താ? അപ്പോൾ സുബോധം വന്നിട്ട് മുകളിൽ മുട്ടു വന്നു തുടങ്ങി. ഇച്ചിരിയൊക്കെ കാലം എടുത്തു ഇവനൊന്ന് ശരിക്ക് തിരുത്തി വരാൻ. ഞാനാകട്ടെ ആരോ ആകട്ടെ ദൈവ വഴി വിട്ട്, ഇപ്പൊ എന്നെ പറഞ്ഞ വേറെ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് എന്നെ തന്നെ പറയാം. ഞാനാകട്ടെ ആരോ ആകട്ടെ ദൈവ വഴി വിട്ട് നമ്മൾ പിന്മാറി സഞ്ചരിക്കുമ്പോൾ ആദ്യ നാളുകളിൽ നമുക്ക് മുട്ട് വരത്തില്ല. ആദ്യ നാളുകളിൽ അയ്യോ തെറ്റായിപ്പോയി, അയ്യോ ശരിയല്ലാതായിപ്പോയി, അയ്യോ ചെയ്യേണ്ടതല്ലേ നമുക്ക് തോന്നത്തില്ല. പക്ഷെ കുറെ ദൂരം നിന്നെ സാത്താൻ നടത്തും. കാരണം നിന്റെ അപ്പന്റെ ഭവനവും അപ്പം വിളിച്ച കേൾക്കുന്ന ആ ഒരു മൈലും കഴിഞ്ഞതിന് ശേഷം, അപ്പനും അപ്പന്റെ ആൾക്കാർ വന്നാൽ പോലും നിന്നെ കണ്ടു കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് സാത്താൻ നിന്നെ കൊണ്ടുപോയതിന് ശേഷം അവിടെ മുതൽ നിനക്ക് മുട്ട് വന്നു തുടങ്ങും. അവിടുന്ന് പിന്നെ അപ്പം വിളിച്ചാൽ നമ്മൾ കേൾക്കുന്നില്ല. അപ്പന്റെ ആൾക്കാരുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്ഥലം, അന്യദേശം, തികച്ചും അവൻ ഭരിക്കുന്ന ദേശം. അവിടെ എത്തുമ്പോൾ മുട്ട് വന്നു തുടങ്ങും. ക്ഷാമം മുട്ട് വന്നു തുടങ്ങും. പന്നിക്ക് കൊടുക്കുന്ന വാളവില പോലും കൊടുത്തില്ല എന്ന് വചനം പറയുമ്പോൾ ആരും ഇവന്റെ നേരെ ഒരു അലിവ് കാട്ടാത്ത ഒരു സമയം, ആ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? ആരും അലിവ് കാണിക്കാത്തൊരു സമയം, എത്ര പറഞ്ഞാലും നമ്മളോട് അലിവില്ലാത്ത ഒരു സമയം. നമ്മൾ മടങ്ങി വരാനുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു വല്ലാത്ത ശാപമായി പോയി എന്ന്? ഒരിക്കലും ഇല്ല. ഇവന്റെ അനുഗ്രഹം ഇവൻ അനുഭവിച്ച് തീർന്നു പോയിട്ടില്ല എന്നാ ഈ വചനം പറയുന്നത്. ഇവന്റെ അനുഗ്രഹം ഇവൻ അനുഭവിച്ച് തീർന്നു പോയിട്ടില്ല. ദൈവം ഇവന് മടക്കി കൊടുക്കാമോ? നിങ്ങൾ ചിന്തിച്ചേ, മാനുഷികമായി ചിന്തിച്ചേ, ആത്മീയമായിട്ട് വേണ്ട, മാനുഷികമായിട്ട് ചിന്തിച്ചേ. ഇവന് നഷ്ടപ്പെട്ടു പോയി. ഇവൻ അപ്പന്റെ ഭവനത്തിലേക്ക് ഇവൻ ഇവിടെ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഇവൻ തിരിച്ചു പോവുക. ഇവനെ ദൈവം തിരിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് അയക്കാമോ? മാനുഷികമായി ഏയ്, പാടില്ല. ഇവൻ ഇനി എന്തെങ്കിലും ഒരു നന്മ തിരിച്ചു കിട്ടാമോ? ഒരിക്കലും പാടില്ല. ഇനി ഇവൻ നല്ല വസ്ത്രം ധരിക്കാമോ? ഒരിക്കലും പാടില്ല പാസ്റ്ററെ, അടി കൊടുക്കണം അവന്. മാനുഷികമായി പറയും. ഇവന് നല്ല ചെരുപ്പ് ധരിപ്പിക്കാമോ? പാടില്ല പാസ്റ്ററെ, കാലിൽ ചൂട് വെച്ചു കൊടുക്കണം. മനുഷ്യൻ പറയും, മനുഷ്യനല്ലേ, പറയും. പക്ഷെ അവൻ അവനിലേക്ക് നോക്കുന്നില്ല. അവനും ഈ രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ധൂർത്തപുത്രൻ തന്നെ ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ പറയാനും ഉപദേശിക്കാനും എല്ലാം അഗ്രഗണ്യനായിരിക്കും. സ്തോത്രം. പക്ഷെ എന്റെ അപ്പന്റെ രീതി വേറെയാ. മനുഷ്യൻ പറയും, പാടില്ല പാസ്റ്റർ, കൊടുക്കരുത് അവന്, ആ ഗേറ്റ് അടച്ചിട്, പൂട്ട് പറയും. പക്ഷെ എന്റെ ദൈവം, ഈ വചനം പറയുന്ന ഈ പിതാവ്, അവൻ എന്നിറങ്ങിയോ അന്ന് തുറന്നിട്ടത് ആ ഗേറ്റ്. ഇവൻ മടങ്ങി വരുന്നത് വരെയും അടച്ചിട്ടില്ല. കാരണം ദൂരത്തു നിന്ന് തന്നെ വരുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇവന്റെ മടങ്ങി വരവ് കൊതിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അന്യദേശത്ത് ചെന്നിട്ട് ദൈവഭാഗം വിട്ട് മാറിപ്പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അന്യദേശത്ത് ചെന്നിട്ട് പഴയ ആരാധനയില്ല, പഴയ പ്രാർത്ഥനയില്ല, പഴയ വിശുദ്ധ ജീവിതമില്ല, പഴയ വചനവായനയില്ല, പഴയ ദൈവസ്നേഹമില്ല, ദൈവാശ്രയത്വമില്ല, പഴയ ദൈവിക ബന്ധമില്ലാത്ത നിലകളിൽ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ മടങ്ങി വന്നാൽ നിനക്കൊരു പുതിയ വസ്ത്രമുണ്ട്. അതിന്റെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മടങ്ങി വന്ന മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന ഒരു പിതാവല്ല, അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിനെയാണ് നാം അവിടെ കാണുന്നത്. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ വലിയ ഏറ്റവും തടിച്ചു കൊഴുത്ത കാളയെ അറുക്കാൻ പറയുന്നു. അർത്ഥം ഇതാണ്, വലിയ വിരുന്നൊരുക്കി സന്തോഷം പ്രകടമാക്കിയ ഒരു പിതാവിനെയാണ് കാണുന്നത്. നമ്മുടെ സമയം കഴിഞ്ഞു പോയി കേട്ടോ. അടുത്ത ഭാഗത്ത് കാണുന്നത് വിലയേറിയ വസ്ത്രം ധരിപ്പിച്ചു. വിലയേറിയ വസ്ത്രം
ധരിപ്പിച്ചു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അംഗീകാരത്തിന്റെ ചിഹ്നമാകുന്ന മോതിരം അവന്റെ കയ്യിൽ അണിയിച്ചു. മോതിരം അവന്റെ കയ്യിൽ അണിയിച്ചു. ഓ, വിലപിടിപ്പുള്ള വസ്ത്രം ഇതിന്റെ പൊസിഷനെ കാണിക്കുന്നു. അംഗീകാരത്തിന്റെ ചിഹ്നമാണ് മോതിരത്തെ കാണിക്കുന്നത്. നീ അക്സെപ്റ്റബിൾ ആണ് ദൈവത്തിന്. താഴേക്ക് വായിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ ചെരുപ്പ് അവന്റെ കാലിലിട്ടു. അർത്ഥം എന്താ? അപ്പനെ എന്ന് വിട്ടോ അന്ന് ഇവന്റെ ജീവിതത്തിലെ ഫ്രീഡം നഷ്ടമായി. അവൻ എന്താ കരുതിയേ? പണം കിട്ടി, അപ്പൻ വേണ്ട, അപ്പൻ ഓൾഡായി, അപ്പൻ ഓൾഡ്, അപ്പൻ വയസ്സായി, ഇനി അപ്പനൊന്നും വേണ്ട. പണം കിട്ടി, അപ്പൊ ഞങ്ങളാണ് ഇനി വലിയ, എന്താ പറയാ, നമ്മളാണ് ഇനി ഞങ്ങൾ ന്യൂ ജെന്നാണ്, അപ്പൊ പണം മതി, അപ്പൻ വേണ്ട. പക്ഷേ അപ്പന്റെ അടുത്തുനിന്ന് പോയ ഭയങ്കര ഫ്രീഡം എന്നാ വിചാരിച്ചേ. പക്ഷെ അപ്പന്റെ അടുത്തുനിന്ന് പോയ അന്ന് മുതൽ ഈ ചെക്കന്റെ ബന്ധന കാരണം തുടങ്ങി. അവന്റെ ഫ്രീഡം നഷ്ടമായി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഉറച്ചു നിൽക്കാത്തവനെല്ലാം വീണ്ടും പോയി കഴുത്ത് വെച്ചു കൊടുക്കുന്ന നുഖത്തിന്റെ പുറത്താ, നുഖത്തിന്റെ കീഴിലാ. ആമേൻ. സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമാകുന്ന ചെരുപ്പ് അവന്റെ കാലിൽ അണിയിച്ചു. അംഗീകാരത്തിന്റെ ചിഹ്നമാകുന്ന മോതിരം അവന്റെ മോതിര വിരലിൽ അണിയിച്ചു. ഏറ്റവും അവന്റെ പൊസിഷനെ കാണിക്കുന്ന ഏറ്റവും വിലയേറിയ വസ്ത്രം അവനെ അണിയിപ്പിച്ചു. മടങ്ങി വന്നാൽ ഇവന് കൊടുക്കാൻ കണക്കിന് ഇവന്റെ കാലിന് പാകമായ ചെരുപ്പ് സഹിതം മേടിച്ചു വെച്ച, അല്ലെങ്കിൽ ഉണ്ടാക്കി വെപ്പിച്ച ഒരു നല്ല പിതാവ് ഇവന്റെ കൈയുടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പയ്യൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് വന്നത്. ഇവന്റെ കൈക്ക് പാകമായ മോതിരം എവിടുന്ന് കിട്ടി? സഡൻലി. ഇതെല്ലാം മടങ്ങി വരവിനെ കുറിച്ച് അറിയുന്ന ഒരു പിതാവ് നേരത്തെ കരുതി വെച്ചല്ലേ? ഇവൻ ഏത് അവസ്ഥയിൽ വരും, ഇവൻ ഏത് കോലത്തിൽ വരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞവിടെ കൊണ്ട് നിർത്തട്ടെ, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊരു സാരം, സുഹൃത്തെ, നീ മടങ്ങി വന്നാൽ എനിക്ക് പഴയതുപോലെ ആകാൻ പറ്റുമോ? ദൈവം എന്നെ പഴയതുപോലെ ഉപയോഗിക്കുമോ? ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെടുവോ? ദൈവം എന്നെ ശിക്ഷിക്കുവോ? എന്നോട് കോപിക്കുവോ എന്നൊക്കെ ചോദിച്ച് മടങ്ങി വരവിന് ഇനിയും നിങ്ങൾ താമസം വെക്കരുത്. എവിടെ നിന്നാണ് തെറ്റിപ്പോയതെന്ന് ആദ്യം തിരിച്ചറിയുക, റിഗ്രറ്റ് ചെയ്യുക, ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യുക, മടങ്ങി വരിക. മടങ്ങി വരവിന് അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഫോർമാലിറ്റി. ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യുക, മടങ്ങി വരിക. മോനെ, കണ്ണ് നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സ് നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അവയവങ്ങൾ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ബന്ധങ്ങൾ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, വികാരങ്ങൾ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒന്നിനെയും പഴി പറയണ്ട, ഒന്നിനെയും ശപിക്കണ്ട, ഒന്നും വേണ്ട. നീ ഈ സത്യം ദൈവകൃപയിൽ തിരിച്ചറിയുന്നുവല്ലോ. നീ വചനം കേൾക്കാൻ കർത്താവ് ഒരു മുഖാന്തരം ഒരുക്കിയല്ലോ. നീ അനുതപിക്കുക, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, കർത്താവിന്റെ ഭവനത്തിലേക്ക് കയറുക. കാരണം നീ അണിയേണ്ട ഒരു പുതിയ വസ്ത്രം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അണിയേണ്ട ഒരു മോതിരം ദൈവം നിനക്ക് വേണ്ടി അണിയിച്ചു വെച്ചിട്ടുണ്ട്. നീ ധരിക്കേണ്ട ചെരുപ്പ് അവൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അർത്ഥം ഇതാണ്, നിനക്കിനി ദൈവഹിതപ്രകാരമുള്ളൊരു യാത്രയുണ്ട്. നിനക്ക് ദൈവഹിതപ്രകാരമുള്ള ചലനങ്ങളുണ്ട്, ദൈവഹിതപ്രകാരമുള്ള പ്രവർത്തികളുണ്ട്. നീ ചെയ്യാനുള്ളത് ഇനിയുമേറെ ബാക്കി കിടക്കുന്നു. നീ അനുഭവിക്കാനുള്ളത് കഴിഞ്ഞു പോയെങ്കിൽ നിനക്കിനി ഒരു വസ്ത്രം ഉണ്ടാവില്ല, നിനക്കിനി ഒരു ചെരുപ്പ് ഉണ്ടാവില്ല, ഇനി നിന്റെ കയ്യിലിടാൻ മോതിരം ഉണ്ടാവില്ല. പക്ഷേ ഈ പിതാവിന് ഇനിയും ഈ മകനെ ആവശ്യമുണ്ട്. ഈ മകന് ഇനിയും, ഈ മകനെ ആ ദേശത്തിന് ഇനി ആവശ്യമുണ്ട്. ഇവൻ ഇനിയും ഒരു മടങ്ങി വരവിനുള്ള അവസരം ശേഷിച്ചതുപോലെ, ഈ ധൂർത്തപുത്രനൊരു മടങ്ങി വരവിനുള്ള അവസരം ശേഷിച്ചതുപോലെ ആർക്കൊക്കെയോ പരിശുദ്ധാത്മാവ് ഒരു അവസരം വെച്ചിരിക്കുകയാണ്. ധൂർത്തപുത്രൻ മടങ്ങി വരുന്നത് പിതാവ് കാത്തിരുന്നത് പോലെ ആരൊക്കെയോ ദൈവകൃപ വിട്ടും ദൈവിക വിശുദ്ധി വിട്ടും ദൈവിക വേർപാട് വിട്ടും ഒക്കെ അകന്നുപോയ, തീരുമാനമെടുത്ത കാലം ഏറ്റവും തീവ്രമായി തീക്ഷ്ണതയോടെ നിന്നു. എന്നാൽ അപ്പന്റെ ഭവനത്തിൽ നിന്നും അകലേണ്ട സാഹചര്യം വന്നപ്പോൾ, പ്രാർത്ഥന വിട്ട്, കൂട്ടായ്മ വിട്ട്, ആരാധന വിട്ട്, ബന്ധങ്ങൾ വിട്ട്, ശുശ്രൂഷയിൽ നിന്നൊക്കെ അകലേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, എല്ലാം കൈമോശം വന്നതുപോലെ നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, നീ ധരിക്കേണ്ട വസ്ത്രം ഇനിയും ബാക്കിയിരിക്കുകയാണ്.
നീ അണിയേണ്ട മോതിരം ഇനിയും അപ്പന്റെ ഭവനത്തിൽ ഇരിക്കുകയാണ്. നീ ധരിക്കേണ്ട ചെരുപ്പ് ഇപ്പോഴും അവിടെ വെയിറ്റിംഗ് ആണ്. വന്നാൽ ദൈവം നിന്നെ അത് ധരിപ്പിക്കും. നിന്നിൽ നിന്ന് അടർന്നു പോയി എന്ന് പറഞ്ഞ, നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ, നിന്നിൽ നിന്ന് ഉരിഞ്ഞു മാറിപ്പോയി എന്ന് പറഞ്ഞ, ആ നഷ്ടപ്പെട്ടു എന്ന് നീ പറഞ്ഞത് ദൈവം നിന്റെ മേൽ പുതുക്കി തരും. എനിക്ക് അപ്പാ നിന്റെ മകനെന്ന് പറവാൻ ഇനി യോഗ്യതയില്ല. ആകയാൽ എനിക്ക് വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യപ്പ. നിന്റെ കൂലിക്കാരിൽ ഒരാളായി മാത്രം എന്നെ എണ്ണിയാ മതി. ദൈവം നിന്റെ പൊസിഷൻ തന്റെ ഹൃദയത്തിൽ പണ്ടേ ആലേഖനം ചെയ്തിട്ടിട്ടുണ്ട്. അത് നീ ഉദ്ദേശിക്കുന്ന പോലല്ല. നമ്മൾ താഴ്ന്ന പൊസിഷന് വേണ്ടി ദൈവത്തോട് ചോദിക്കും. പക്ഷെ അതിനേക്കാൾ ഉയർന്ന പൊസിഷനാണ് കർത്താവിന്റെ ഹൃദയത്തിൽ കിടക്കുന്നത്. ആമേൻ. എൻ്റെ ദൈവത്തിന് നിന്റെ വിധി മാറ്റാൻ കഴിയും. എൻ്റെ ദൈവത്തിന് നിന്റെ മനോഭാവം മാറ്റാൻ കഴിയും. എൻ്റെ ദൈവത്തിന് നിന്റെ ചരിത്രം തന്നെ മാറ്റിക്കളയാൻ കഴിയും. ആകയാൽ ഇന്ന് മുട്ടു വന്ന അനുഭവത്തിൽ നീ നിൽക്കുന്നെങ്കിൽ ഒരു മടങ്ങിപ്പോക്കിനായിരിക്കാം. മുട്ടു വന്ന അനുഭവത്തിൽ നിൽക്കുന്നെങ്കിൽ ഒരു മടങ്ങിപ്പോക്കിനായിരിക്കാം, ഒരു മടങ്ങി വരവിനായിരിക്കാം. മടങ്ങി വന്നാൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. മടങ്ങി വന്നാൽ നിനക്കൊരു വിടുതലുണ്ട്. മടങ്ങി വന്നാൽ നിനക്കൊരു അംഗീകാരമുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? മടങ്ങി വന്നാൽ നിനക്കൊരു അംഗീകാരമുണ്ട്. ഓ ഹല്ലേലൂയ! മടങ്ങി വന്നാൽ നിനക്കൊരു അംഗീകാരമുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് കൺഫസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധി കൺഫസ് ചെയ്യുക. നമ്മുടെ അറിവോടെയും അറിവില്ലാതെയും നമ്മുടെ ബലഹീന സമയങ്ങളിലൊക്കെയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ദൈവഹിതപ്രകാരമല്ലാതെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരു വൺ ടൈം ആയിരിക്കാം. ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ളൊരു ടൈമാണ്. സുഹൃത്തെ, ഒന്ന് പറഞ്ഞേ, പണം എന്നെ ഭരിക്കണ്ട. പണം എന്നെ ഭരിക്കണ്ട. പണം ആവശ്യമാണ്, നിശ്ചയമായിട്ട് പണം ആവശ്യമാണ്. പക്ഷേ അതെന്നെ റൂൾ ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ലേ, പണം നിന്നെ സുബോധം തന്നെ നഷ്ടപ്പെടുത്തുന്നതായി തീരും. അധികാരം സുബോധം നഷ്ടപ്പെടുത്തി കളയും. അധികാരം, ബന്ധങ്ങൾ സുബോധം നഷ്ടപ്പെടുത്തി കളയും. എനിക്ക് അവരെ അറിയാം, ഇവരെ അറിയാം, അത് നമ്മുടെ ആളാ, ഇത് നമ്മുടെ ആളാ. വേണ്ടപ്പ, എനിക്ക് എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം മതിയേ. എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് എൻ്റെ ദൈവ സ്വർഗീയ പിതാവുമായിട്ട് കണക്റ്റ് ആയിരുന്ന യേശുവിൻ്റെ ഭാവം എന്തായിരുന്നു? ആ ഭാവത്തിനപ്പുറം ഒന്നും എനിക്ക് വേണ്ട. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന യേശു കർത്താവ് ഒരു കരണം അടിച്ചപ്പോൾ മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. അവൻ ക്രൂശോളം തന്നെ താഴ്ത്തി. ആരോടും കലഹിച്ചില്ല, തർക്കിച്ചില്ല, തർക്കുത്തരം പറഞ്ഞില്ല, അഹങ്കാരം കാണിച്ചില്ല. ഞാനൊന്ന് നോക്കിയാ നീ കത്തിപ്പോവടാ എന്ന് പറഞ്ഞില്ല. നോക്കിയാ കത്തും, അതാ സത്യം. എന്നിട്ടും അത് പറഞ്ഞില്ല. അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചില്ല, ശുശ്രൂഷയുടെ അഹങ്കാരം കാണിച്ചില്ല, തന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തിയുടെ മേന്മയും മെച്ചവും ഒരു ജാടയും കാണിച്ചില്ല. ആ ഭാവം മതി എനിക്ക്. അതിലും വലിയ ആളൊന്നും ഇല്ലേ? അതിലും വലിയ ബന്ധങ്ങളൊന്നും ഇല്ലേ? അതിലും വലിയ പൊസിഷനൊന്നും ഇല്ലേ? ആ ദൈവത്തെ പരിചയമുള്ള യേശുവിന് അങ്ങനെ ആകാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും അത് മതി കർത്താവേ. ഡിന്നർ കഴിക്കുന്ന സമയത്ത് അരയിൽ തുവർത്തെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദം കഴുകത്തക്ക നിലയിൽ താഴ്മ ധരിച്ച എന്റെ കർത്താവിന്റെ ഭാവം മതി എനിക്ക്. പറഞ്ഞേ, നമ്മൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ അഹങ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അഹങ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ന ഭാവം കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷയിൽ നമ്മൾ എങ്ങാനും അഹങ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് കർത്താവ് ഒന്ന് പറഞ്ഞു. മടങ്ങി വന്ന പ്രതിഫലം ഉണ്ട് സുഹൃത്തെ, മടങ്ങി വന്ന പ്രതിഫലമുണ്ട്. ഐ ആം സോറി ഡാഡി. എൻ്റെ മിനിസ്ട്രിയിൽ എവിടെയെങ്കിലും കർത്താവേ ഒരഹങ്കാരം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ഹെഡ് വെയിറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഐ ആം സോറി ഡാഡി. എൻ്റെ അഭിഷേകത്തിൽ, ശുശ്രൂഷയിൽ, അവസരങ്ങളിൽ, സമ്പത്തിൽ, ബന്ധങ്ങളിൽ
തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ഡാഡി, മനഃപൂർവ്വമായിട്ടൊന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ. നല്ലതാണ്, നല്ലതാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. മനുഷ്യൻ പലതും പറയും ദൈവമക്കളെ, മനുഷ്യൻ പലതും പറയും. പക്ഷേ എൻ്റെ ദൈവം പറയുന്നതാണ് എനിക്ക് ആധാരം. എൻ്റെ ദൈവം പറയുന്നതാണ് എനിക്ക് ആധാരം. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചാൽ മതി. എൻ്റെ മിനിസ്ട്രിയിൽ ദൈവം പ്രസാദിച്ചാൽ മതി. എൻ്റെ ശുശ്രൂഷയിൽ ദൈവം പ്രസാദിച്ചാൽ മതി. എൻ്റെ ജോലിയിൽ ദൈവം പ്രസാദിച്ചാൽ മതി. എൻ്റെ ആത്മാർത്ഥതയിൽ ദൈവം പ്രസാദിച്ചാൽ മതി. എനിക്കാരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നൊന്ന് പറഞ്ഞേ. നിന്നെല്ലാവരും വിധിക്കും. എന്തിനാ നീ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ നീ ചർച്ചയിൽ പോകുന്നേ, എന്തിനാ നീ ഉപവാസം എന്ന് പറഞ്ഞ് നടക്കുന്നേ എന്ന് നിന്നെ വിധിക്കും. പക്ഷേ എന്നെ ആരും അംഗീകരിക്കണ്ട. എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ റിജക്ഷൻ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യങ്ങളെല്ലാം കർത്താവേ മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പ നിന്റെ കരങ്ങളിൽ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഡാഡി. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ഏറ്റു പറയുന്നവരുടെ ഭവനങ്ങൾക്കകത്ത് ഉലാവുന്ന കാലുകളുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഉയർന്നു പൊങ്ങുന്ന മാലാഖമാരുണ്ട്. പൈശാചിക ശക്തികൾ നിശബ്ദമായി നിൽക്കുന്ന സമയമാ. നീ ചിലത് ഏറ്റുപറയുന്ന സമയം ദുർശക്തികൾ നിശബ്ദമായി പോകും. കാരണം ചില സത്യം നീ തിരിച്ചറിഞ്ഞു പോയി. നീ ഏറ്റു പറയുന്ന സമയം നിന്റെ വായ് പൊത്തിക്കൂടാ. നീ തിരിച്ചറിയുന്ന സത്യത്തെ തടഞ്ഞുകൂടാ. ഇന്ന് ഉയർന്നു പൊങ്ങുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം സാത്താന് ചലിച്ചുകൂടാ. അവൻ നിശബ്ദമായിരിക്കുന്ന സമയമാണ്. നീ അധരങ്ങൾ തുറക്കുന്ന സമയം. അവൻ നിശബ്ദമായിരിക്കുന്ന സമയമാണ്. നീ ദൈവത്തോട് ഏറ്റുപറയുന്ന സമയം. Come on, this is your time. Real brakata bo shakata ya rabuhoza rekebela mogosata ya bargonia amdes in Jesus name. ഞങ്ങളെ തരുന്നു കർത്താവേ, തരുന്നു പിതാവേ, ഞങ്ങളെ തരുന്നു കഴുകുക കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കുക, പ്ലാറ്റ്ഫോം ശുദ്ധീകരിക്കുക. ഈ പ്ലാറ്റ്ഫോമിനകത്തുള്ള എല്ലാ അശുദ്ധികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. എൻ്റെ ജനത്തെ ദൈവകരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് തന്നിരിക്കുന്ന ജനം, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ ജനം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ. അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പാ. ഒരു ശുദ്ധീകരണം അവരുടെ മേൽ നടക്കട്ടെ. നിന്റെ മോശ ജനത്തെ ഒരുക്കി കൊണ്ടുവന്ന പർവ്വതത്തിന്റെ കീഴിൽ നിർത്താൻ പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കുന്നു പിതാവ്. ഈ ജനം ശുദ്ധീകരിക്കപ്പെടട്ടെ, ഈ ജനം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ ജനം ഇന്ന് കേട്ട വചനത്തെ ശുദ്ധി ഉള്ളവരായി തീരട്ടെ. ഈ ജനം ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവരും ഇവരുടെ തലമുറകളും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന നിലയിൽ മടങ്ങി വരട്ടെ. ഹോ രാമസേ അത്ഭുത in Jesus name. ഞാൻ ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കേട്ട വചനത്തിനായി സ്തോത്രം. ദൈവം തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. ഇപ്പോൾ കർത്താവേ, ഇതൊക്കെ ഏറ്റു പറയുമ്പോൾ തന്നെ, ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ എല്ലാ രോഗങ്ങളും, പാപത്താൽ പിടിക്കപ്പെട്ട എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സകല ദൈവജനത്തോടും ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടും സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നുമെന്നും കർത്താവിന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഒരു മുടക്കങ്ങളും ഇല്ലാതെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ചാനലിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും ദൈവവചനം കേൾക്കുന്നത് ഇഷ്ടമാണ്. കർത്താവിൻ്റെ ആത്മാവിൽ നിങ്ങൾക്ക് വളരണം, നിങ്ങൾക്ക് ദൈവത്തിനായി പ്രയോജനപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ആകയാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ സന്ദേശങ്ങൾ അയച്ചു കൊടുത്ത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ചെയ്യുന്ന ഈ ശുശ്രൂഷയെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേലയെ നിങ്ങൾ പിന്തുണച്ചാട്ടെ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. I bless you in Jesus almighty name. Amen.